ഹായ്, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. പേര് പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? ഷഹാന ഷെറിൻ. ഷഹാന ഷെറിൻ ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നേ? കവരത്തിക്കാരി തന്നെയാണോ? ഇല്ല. പിന്നെ എന്താ വെക്കേഷൻ ആയിട്ട് പിന്നെ നാട്ടിൽ പോയില്ലേ? ഇല്ല. അതെന്താ പോവാനേ? മറ്റന്നാൾ പോവാണ്. എങ്ങനെയാ, വെസലിലാണോ കപ്പലിലാണോ പോകുന്നേ? കപ്പല്. വെസലുണ്ടല്ലോ എല്ലാ ദിവസവും. ഇഷ്ടമല്ല. വെസൽ ഇഷ്ടമല്ല? ഇല്ല. എന്താ വൊമിറ്റിങ്ങിന്റെ പ്രശ്നമുണ്ടോ ഷഹാനക്ക്? അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ കപ്പലില് പോവാണല്ലേ. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഷഹാനയുടെ? അമ്മ, അച്ഛൻ, ഞാൻ, അനിയത്തി, രണ്ടനിയത്തി, ഒരു ചേട്ടൻ. അപ്പോ രണ്ടനിയത്തിമാരും ഒരു ചേട്ടനും. അതെ. അപ്പൊ 4 പേരുണ്ടല്ലേ നിങ്ങള്? ചേട്ടൻ ഏതാ ക്ലാസ്സിലാ പഠിക്കുന്നേ? 7ലേക്ക് ജയിച്ചു. പിന്നെ അനിയത്തിമാരോ? ഒന്ന് 2ലേക്ക് ജയിച്ചു, ഒന്ന് ചെറിയ കുട്ടി. ഇപ്പൊ ഷഹാന ഇപ്പൊ എത്രയിലേക്കാ ജയിച്ചത്? 5ലേക്ക് ജയിച്ചോ? അതെ. പക്ഷെ തോറ്റു എന്നാണല്ലോ ഉമ്മ പറഞ്ഞത്. അല്ല, ജയിച്ചു. പക്ഷെ ഉമ്മ പറഞ്ഞത് 4ാം ക്ലാസ്സിൽ തോറ്റു എന്നാ പറഞ്ഞേ ഷഹാന. കള്ളം പറഞ്ഞാണോ ഉമ്മ? അതെ. എന്നിട്ട് എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? അതെ. എല്ലാത്തിനും എങ്ങനെ മാർക്ക് നിങ്ങൾക്ക് കാണിക്കോ അവസാനം? അല്ല, പാസ്ഡ് എന്ന് മാത്രമേ കാണിക്കുള്ളൂ? അല്ല, പ്രോഗ്രസ് കാർഡ് കിട്ടാറുണ്ടോ? എല്ലാത്തിലും ടോപ്പാണ്. അതെ. ആഹാ, മാഷാ അല്ലാ. അപ്പൊ ഏത് സ്കൂളിലാ പഠിച്ചേ? ഓക്കെ. ഇപ്പൊ 5ാം ക്ലാസ്സിലേക്കാണല്ലേ പാസ്സായിരിക്കുന്നത്? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? അതെ. ഷഹാന നേരത്തെ നമ്മുടെ പരിപാടി കേട്ടിരുന്നോ? അതെ. കേട്ടിരുന്നോ? ഓക്കെ, അപ്പൊ നമ്മള് 10 ചോദ്യങ്ങളാണ് ചോദിക്കാൻ. നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ. അടുത്ത ആരാ ഉള്ളത്? ഉമ്മയാണോ? അതെ. ഉമ്മയോടൊന്നും ചോദിക്കരുത് കേട്ടോ. ഉമ്മയോടൊന്നും ചോദിക്കേണ്ട, ഷഹാനക്ക് അറിയുന്നത് മാത്രം പറഞ്ഞാൽ മതി. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാണെങ്കിൽ മാത്രം ഉമ്മയോട് ചോദിക്കാം കേട്ടോ. അപ്പൊ മാക്സിമം മോൾ ഒറ്റയ്ക്ക് തന്നെ പറയാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഏത് ദിശയിലാണ് സൂര്യോദയം സംഭവിക്കുന്നത്? ഈസ്റ്റ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. നമുക്ക് എത്ര ഡയറക്ഷൻസ് ഉണ്ട്? 4. ഏതൊക്കെയാണെന്ന് പറയാമോ? സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. വെരി ഗുഡ്. ഇത് എവിടെന്നാ, സ്കൂളിൽ നിന്നാണോ പഠിച്ചേ? അതെ. ഇപ്പൊ സൂര്യോദയം സംഭവിക്കുന്നത് കിഴക്ക്, അതായത് ഈസ്റ്റിൽ നിന്നാണല്ലേ? അതെ. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നത് കൊണ്ടാണ് സൂര്യൻ കിഴക്ക് ദിശയിൽ ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി അനുഭവപ്പെടുന്നത്. സൂര്യൻ കറങ്ങുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താ കറങ്ങുന്നത്? ഭൂമി. വെരി ഗുഡ്. അപ്പൊ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വലിയ വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ പഠിക്കാം അല്ലേ? അടുത്തത് ഇപ്പൊ ഷഹാന 5ാം ക്ലാസ്സിലേക്കല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? അതെ. രണ്ടാമത്തെ ചോദ്യം, സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? മെർക്കുറി. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. അപ്പോ പ്ലാനറ്റ്സിന്റെ പേരൊക്കെ ഓർഡറിൽ ഓർമ്മയുണ്ടോ? അതെ. ഒന്ന് പറയോ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റർൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. വാവ്, വെരി ഗുഡ്. 8 പ്ലാനറ്റ്സ് ഉണ്ട്. 8 പ്ലാനറ്റ്സിന്റെയും പേര് ഷഹാന പറഞ്ഞൂല്ലേ? അതെ. ഇത് നിങ്ങൾക്ക് ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നോ? അതെ. ഏതിലാ പഠിച്ചത്? ഏത് സബ്ജക്റ്റിലാണ് പഠിച്ചത്? EVS-ല്. ഇപ്പൊ സോളാർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് 4ാം ക്ലാസ് EVS-ൽ പഠിച്ചത് ഷഹാന? നമ്മുടെ എർത്തിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? മോൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാ. ഇപ്പോ എർത്ത് ഈസ് എ ബ്ലൂ കളർ പ്ലാനറ്റ്. പിന്നെ എർത്തിന് എത്ര സാറ്റലൈറ്റ്സ് ഉണ്ട്? 1. ഏതാണ് ആ സാറ്റലൈറ്റ്? രാത്രിയിൽ നമ്മൾ കാണുന്നത്? മൂൺ. ഓക്കെ, അപ്പൊ നമ്മള് സോളാർ സിസ്റ്റം ഷഹാന ഇപ്പൊ പഠിച്ചൂലേ? അതെ. 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്കും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൂലേ? അതെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം എന്ന് പറയുന്നത് മെർക്കുറി, ബുധനാണ്. മാത്രവുമല്ല സൗരയൂഥത്തില് തന്നെ ഏറ്റവും ചെറിയ ഗ്രഹവും ഏത് തന്നെയാണ്? മെർക്കുറി തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടി ഇതുമായിട്ട് പഠിക്കുക. വെറും 88 ദിവസങ്ങൾ മാത്രമാണ് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ബുധൻ എടുക്കുന്നത്. അതായത് സൂര്യനെ ചുറ്റി വരാൻ ബുധൻ എടുക്കുന്ന ദിവസം എത്രയാണ്? വെറും എത്ര ദിവസമാണ്? 88 ഡേയ്സ് മാത്രമാണ് എടുക്കുന്നത്. നമ്മുടെ ഭൂമി എത്ര ദിവസം എടുക്കുന്നുണ്ട്? അതായത് നമ്മുടെ ഒരു വർഷം ഭൂമി സൂര്യനെ ചുറ്റി വരാൻ 365. 1 ഇയർ എന്ന് പറയുമ്പോഴത്തേക്ക് 365. ഓക്കെ. ഷഹാന ഇനി പഠിക്കൂട്ടോ. ഇപ്പം ആൻസർ ഒക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ? ഞാൻ 2 ചോദ്യം ചോദിച്ചു, 2 ചോദ്യത്തിനും കറക്റ്റ് ആൻസർ പറഞ്ഞു. അപ്പം മിടുക്കിയാണ്. അതെ. അപ്പൊ നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. 3ാമത്തെ ചോദ്യം,
നമുക്ക് എത്ര ഇന്ദ്രിയ അവയവങ്ങളാണ് ഉള്ളത്? ഹൗ many സെൻസ് ഓർഗൻസ് ഡു വി ഹാവ്? എത്ര സെൻസ് ഓർഗൻസ് നമുക്കുണ്ട്? 5. 5. ഏതൊക്കെയാണെന്ന് പറയാമോ? Eyes, nose, tongue, ear, skin. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിപ്പോ EVS പഠിച്ചതായിരിക്കും അല്ലേ? അതെ. ഈ സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് യൂസ് എന്ന് പറയാമോ? ഇപ്പൊ 5 സെൻസ് ഓർഗൻസ് ഷഹാന പറഞ്ഞു. അതെ. അപ്പൊ നമ്മളിപ്പോ ഐസ് ഫസ്റ്റ് നമ്മുടെ കണ്ണെടുക്കുക. കണ്ണ് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റൂ അല്ലേ? അടുത്ത സെൻസ് ഓർഗൻ ഏതാണ്? മൂക്ക്. മൂക്ക് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നേ? ശ്വസിക്കാൻ അല്ലേ? ഗന്ധത്തിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തതോ? നാക്ക്. നാക്ക് എന്തിനു വേണ്ടിട്ടാ? രുചിക്കാൻ, ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അടുത്തത്? ചെവി. ചെവി എന്തിനു യൂസ് ചെയ്യുന്നു? കേൾക്കാൻ. വെരി ഗുഡ്. അടുത്ത ലാസ്റ്റ് ഒരെണ്ണം സ്കിൻ, നമ്മുടെ ചർമ്മം. അതോ? ടച്ച്. നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അല്ലേ സ്പർശനത്തിലൂടെ? ഓക്കെ, വെരി ഗുഡ്. ഷഹന നല്ല മിടുക്കിയാണ്. അപ്പൊ നമ്മൾ 3 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. 4ാമത്തെ ചോദ്യത്തിലേക്ക് ഉടൻ പോവാം. ഇനിയിപ്പോ 4ാമത്തെ ചോദ്യം ഷഹാനക്ക് നല്ല എളുപ്പമായിരിക്കും. ചോദിക്കട്ടെ? ഏപ്രിലിന് ശേഷം വരുന്ന മാസം ഏതാണ്? മെയ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഷഹാന ആൻസർ പറയുന്നതിന് മുമ്പേ തന്നെ ആ ചോദ്യത്തിന്റെ നേരെ ഞാൻ ടിക്ക് ഇട്ടു. എനിക്കറിയാം ഷഹാനക്ക് ഇതിന്റെ ആൻസർ എന്തായാലും കിട്ടുമെന്ന്. ആരെങ്കിലും സഹായിച്ചായിരുന്നോ? ഇല്ല, സ്വന്തമായിട്ട് പറഞ്ഞാണല്ലേ? അപ്പൊ നമുക്ക് എത്ര മാസങ്ങളുണ്ട് ഒരു വർഷത്തില്? 12 മാസങ്ങൾ ഏതൊക്കെയാണെന്ന് ഷഹാനക്ക് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. വാവ്, എക്സലന്റ്. അല്ല, അതേ ഓർഡറിൽ സോളാർ സിസ്റ്റം നമ്മുടെ പ്ലാനറ്റ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ മന്ത്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ. അപ്പൊ നല്ല മിടുക്കിയാണ്. നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം നമ്മുടെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിന്റെ ആൻസർ തെറ്റിക്കരുത് കേട്ടോ. ഇതിന്റെ ആൻസർ തെറ്റിയാലും നാണക്കേടായിരിക്കും. ഓക്കെ, ആരോടും ചോദിക്കുകയും വേണ്ട. ലക്ഷദ്വീപിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? അതായത് വിച്ച് ഈസ് ദ മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ലക്ഷദ്വീപ്? ആ ദ്വീപില് മാത്രമാണ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. അഗത്തി. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. സ്വന്തം ദ്വീപല്ലേ? ഇനി ഷഹാനക്ക് ഇത് കിട്ടാതെയാവോ? അപ്പൊ എന്തായാലും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. ഇപ്പൊ നമ്മൾ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? 5. എത്ര മാർക്ക് കിട്ടി? 5. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പൊ നമ്മൾ ഈ പരിപാടിയിലൂടെ 10 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് വന്നാലാണ് സമ്മാനം കൊടുക്കുന്നത്. ഷഹാനക്ക് 5 ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടുള്ളൂ. ആൻസർ ഒക്കെ കറക്റ്റ് ആണ്. ഇനിയിപ്പോ ബാക്കി 5 ചോദ്യങ്ങൾ ചോദിക്കണോ? ചോദിക്കണം അല്ലേ? ഓക്കെ, നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാന്നാ. 6ാമത്തെ ചോദ്യം, ഐസ് കൊണ്ട് നിർമ്മിച്ച ഒരു വീടിനെ എന്താണ് വിളിക്കുന്നത്? വാട്ട് ഡു യു കോൾ എ ഹൗസ് മെയ്ഡ് ഓഫ് ഐസ്? ഇത് പഠിച്ചിട്ടുണ്ടല്ലേ? മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇഗ്ലു. പ്രധാനമായും എക്സിമോകൾ തണുപ്പ് കാലത്ത് താമസിക്കാൻ ഉപയോഗിക്കുന്ന താഴികക്കുട ആകൃതിയിലുള്ള വീടുകളാണിവ. ഇത് നിങ്ങൾ എങ്ങനെ വീഡിയോസിൽ എന്തെങ്കിലും പഠിപ്പിച്ചായിരുന്നോ ടീച്ചേഴ്സ്? വീഡിയോക്ക് കാണിച്ചു തന്നോ ഇഗ്ലുവിന്റെ? ഷഹാന ട്രിപ്പ് എങ്ങാനും പോയിട്ടുണ്ടോ? അവിടെ കാശ്മീർ എവിടെയെങ്കിലും മഞ്ഞുമലകളൊക്കെ കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടായിരുന്നോ? അപ്പൊ ഇഗ്ലു കണ്ടോ അവിടെ? ഇല്ല. അങ്ങനെ അവിടെ പോയ സമയത്ത് ഇഗ്ലു ഒക്കെ ഉണ്ടാക്കി നോക്കിയായിരുന്നോ? മഞ്ഞുകട്ട എറിഞ്ഞിരുന്നു. അങ്ങനെ അതും കൊണ്ട് കളിച്ചു അല്ലേ? രസം ഉണ്ടായിരുന്നോ ട്രിപ്പ്? എന്നാ പോയത്? കഴിഞ്ഞ വെക്കേഷനിൽ. ഈ വെക്കേഷനിൽ പ്ലാൻ ഉണ്ടോ അങ്ങനെ പോവാനായിട്ട്? കേരളത്തിലോട്ട് പോവാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ എവിടെയെങ്കിലും പോവണല്ലേ? 2 മാസം വെക്കേഷൻ ആണ്. ചെറിയൊരു യാത്രയെങ്കിലും ചെയ്യണം. എങ്ങനെ നിങ്ങളെ ഫാമിലി ആണോ പോകുന്നത്? എല്ലാവരും ഉണ്ടാവോ? അപ്പൊ മാക്സിമം എൻജോയ് ചെയ്യാട്ടോ. പിന്നെ ഉമ്മയുടെ പേരെന്തെന്നാ ഷഹാനയുടെ? അമീറ. ബാപ്പയുടെ പേരോ? ഷാക്കിർ. ആരാ വർക്ക് ചെയ്യുന്നത്? ബാപ്പയാണോ അവിടെ? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഷാക്കിർ അല്ലേ? ബാപ്പയും ഉമ്മയും രണ്ടുപേരും അകത്തിക്കാര് തന്നെയാണോ? ആണ്. അപ്പൊ നിങ്ങൾ 4 കുട്ടികളുണ്ട് അല്ലേ? ഏട്ടന്റെ പേരെന്തെന്നാ? ഷഹീം ഷാ. ഓക്കെ. അനിയത്തിമാരുടെ പേരോ? ഒന്ന് ഷഫ്ന ഷെറിൻ, മറ്റേത് ഷെമ ഷെറിൻ. എല്ലാവരും ഷെറിനാണ്. ഷെറിൻ എവിടെ നിന്ന് കിട്ടിയതാ അപ്പൊ പേര്? ഉമ്മ ഇട്ടതാണ്. എല്ലാവരുടെയും പേര് ആരാ ഇട്ടത്? ഉമ്മയാണോ പാപ്പയാണോ? ഉമ്മയാണ്. ഓക്കെ, എന്തായാലും നല്ല പേരാട്ടോ എല്ലാം. താങ്ക് യു.
അപ്പോൾ നമുക്ക് അടുത്ത 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. അടുത്ത ചോദ്യം അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, തെറ്റിക്കരുത് കേട്ടോ. ഏപ്രിൽ 13ന്റെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഏപ്രിൽ 13? അതിന്റെ പ്രത്യേകത എന്താണ്? അറിയില്ല. ആൻസർ പറഞ്ഞു തരട്ടെ. ഓക്കെ. നമ്മൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് കേട്ടിട്ടുണ്ടോ ഷഹാന? ഇല്ല. കേട്ടിട്ടില്ല. അതെന്തായാലും മോള് പഠിച്ചിട്ടുണ്ടാവില്ല, നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ വരുന്നതാണ്. ഇനി വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ പഠിക്കും. പക്ഷെ എന്തായാലും നമ്മുടെ ഡേയ്സ് പഠിക്കുന്ന സമയത്ത്, നമ്മൾ ഏപ്രിൽ മാസത്തെ ഡേയ്സ് പഠിക്കുന്ന സമയത്ത് ഇത് പഠിക്കണം. ഇപ്പോൾ മോള് ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ദേശീയ പ്രാധാന്യമുള്ള ദിവസങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പഠിച്ചു പോവാട്ടോ, ഓരോ മാസത്തിലും ഏതൊക്കെ ദിവസങ്ങളാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ. അങ്ങനെ ഏപ്രിൽ 13ന്റെ പ്രാധാന്യം പറഞ്ഞു തരട്ടെ. ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത അധ്യായമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിവസമാണ് 1919 ഏപ്രിൽ 13. കേട്ടോ? ഇന്ത്യക്കാർ ഈ ദിവസം രക്തസാക്ഷികളെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ജനറൽ ഡയറുടെ ഉത്തരവിനെ തുടർന്ന് നിരായുധരായ നൂറുകണക്കിന് ആളുകളെ ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ചു കൊന്ന ദിനമാണ് ഏപ്രിൽ 13. മനസ്സിലായോ അത്? അതായത് അവർക്ക് ഒരു രീതിയിലും രക്ഷപ്പെടാൻ സാധിക്കാതെ ഒരു കോട്ട പോലുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് കുറേ ആൾക്കാരെ ഇട്ടിട്ട് എങ്ങോട്ട് ഓടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല. എന്നിട്ട് മുകളിൽ നിന്നിട്ട് വെടിവെച്ചു ബ്രിട്ടീഷുകാർ. അങ്ങനെ കുറേ പേര്, നൂറുകണക്കിന് ആൾക്കാർ അവിടെ മരിച്ചു വീണു. അത് 1919 ഡേറ്റ് ഏപ്രിൽ 13. ഓക്കെ, ഇപ്പൊ കിട്ടിയോ? അടുത്തത് 8ാമത്തെ ചോദ്യം. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 206. ഉത്തരം ശരിയാണ്. ഇത് ആരെങ്കിലും പറഞ്ഞു തന്നാണോ ഇതിന്റെ ആൻസർ? എങ്ങനെ? അങ്ങനെ മോള് പഠിച്ചതാണ്. അതെ. ഇത് നമ്മളിപ്പോ കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ കുട്ടികളിൽ ഏകദേശം 270ഓളം അസ്ഥികൾ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് പിന്നീട് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇവ ഓരോന്നും കൂടിച്ചേർന്ന് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ സാധാരണയായിട്ട് കാണുന്നത് 206 അസ്ഥികളാണ്. ഓക്കെ. അപ്പൊ കുട്ടികളിൽ 206നേക്കാളും കൂടുതലായിരിക്കും. പിന്നീടാണ് ഇത് വളർച്ച പ്രാപിച്ച് ഓരോ ഘട്ടങ്ങളിൽ വരുമ്പോഴത്തേക്ക് ഇത് കൂടിച്ചേർന്ന് 206 അസ്ഥികളായിട്ട് മാറുന്നത്. ഇനി 9ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ഓൺ വിച്ച് ഡേറ്റ് ഡു വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഇൻ ഇന്ത്യ? ഓഗസ്റ്റ് 15. ശരിയാണ് ഉത്തരം. അപ്പൊ റിപ്പബ്ലിക് ഡേ എന്നാ? ജനുവരി 20. അങ്ങനെയാണെങ്കിൽ ചിൽഡ്രൻസ് ഡേ എന്നാ? നവംബർ 14. അങ്ങനെയാണെങ്കിൽ ഗാന്ധി ജയന്തി എന്നാ? ഒക്ടോബർ 2. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, യൂണിറ്റി ഡേ എന്നാ? നാഷണൽ യൂണിറ്റി ഡേ, ദേശീയ ഏകതാ ദിവസ്, ഓർക്കുന്നുണ്ടോ? ഒക്ടോബർ ഒക്ടോബർ 31. എന്തായാലും ഇത്രയ്ക്ക് പറഞ്ഞില്ലേ, മിടുക്കിയാണ് കേട്ടോ. ഇത്രയും ഡേറ്റ് ഒക്കെ ഇപ്പൊ ചോദിച്ചപ്പോ ഇതൊക്കെ പറഞ്ഞില്ലേ. താങ്ക് യു. ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് 15-നാണ് ആചരിച്ചു വരുന്നത് അല്ലേ? അത് എന്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായത്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത് കൊണ്ട്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതാണ് 1900 വർഷം ഏതാ? 1948 ആണോ 7 ആണോ? 7. അപ്പൊ 1947 ഓഗസ്റ്റ് 15-നാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയതില്ലേ? അതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദേശീയ അവധി ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആദ്യമായി ഒരു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ചത് ഏത് രാജ്യമാണ്? സ്പേസിലേക്ക് ആദ്യമായിട്ട് ഒരു മനുഷ്യനെ അയച്ചത് ഏതു രാജ്യമാണ്? അമേരിക്ക. ഉത്തരം തെറ്റാണ്. ഇനി ഒരു ചാൻസ് കൂടി തരാണെങ്കിൽ ഷഹാന ഏതായിരിക്കും ആൻസർ പറയാ? ഇന്ത്യ. ഉത്തരം തെറ്റാണ്. ആൻസർ പറയട്ടെ. ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ സോവിയറ്റ് യൂണിയൻ. കേട്ടിട്ടുണ്ടോ? റഷ്യ എന്ന് കേട്ടിട്ടുണ്ടോ? റഷ്യ കേട്ടിട്ടില്ലേ? ഏറ്റവും വലിയ രാജ്യം ലോകത്തിലെ. ആ റഷ്യയുടെ പണ്ടത്തെ പേരാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ. ആദ്യമായി ഒരു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ചത് സോവിയറ്റ് യൂണിയൻ, അതായത് ഇന്നത്തെ റഷ്യയാണ്. ഇത് 1961 ഏപ്രിൽ 12-ന്
യൂറി ഗഗാറിൻ എന്ന ബഹിരാകാശ സഞ്ചാരി വോസ്റ്റോക്ക് 1 എന്ന പേടകത്തിൽ ഭൂമിയെ വലം വെച്ചാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. കിട്ടിയോ? ഇപ്പോൾ നമ്മൾ ഏപ്രിലിൽ തന്നെ 2 ഡേറ്റ് പറഞ്ഞു, 12 പറഞ്ഞു, 13 പറഞ്ഞു. ഏപ്രിൽ 12 എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ ബഹിരാകാശ പേടകത്തിൽ ആദ്യമായിട്ട് സ്പേസിലേക്ക് ഒരു മനുഷ്യൻ പോയതാണ്. അത് ഏപ്രിൽ 12 യൂറി ഗഗാറിനാണ് പോയത് അല്ലേ? അതെ. ഏപ്രിൽ 13 പ്രത്യേകത എന്തായിരുന്നു? വേൾഡ് യൂണിറ്റ് ഡേ. അല്ല, അത് ഒക്ടോബർ 31. നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞത് ഏപ്രിൽ 13. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിവസം. ഓക്കെ ഷഹാന, ഷഹാന അങ്ങനെ ഇപ്പൊ നാട്ടിൽ പോകുന്ന ത്രില്ലാണോ ഉള്ളത്? അതെ. നാട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങളുടെ തറവാട്ടിൽ ആരൊക്കെയുണ്ട്? തറവാട്ടിൽ അങ്ങനെ ഒരുപാട് പേരുണ്ടോ? ഇല്ല. ആരും ഇല്ലേ? ഇല്ല. അല്ല, ബാപ്പ ഉമ്മമ്മ അങ്ങനെ അവരൊക്കെ ഉണ്ടോ? ഇളാമ്മമാര്? അവർ മരിച്ചു. ബാപ്പ ഉമ്മമ്മയൊക്കെ മരിച്ചു? അതെ. 2 മാമന്മാരാണ്? അതെ. പെണ്ണായിട്ട് ഉമ്മ മാത്രമേ ഉള്ളൂ? അതെ. ഓക്കെ. അപ്പൊ 2 മാമന്മാരുടെ കല്യാണം കഴിഞ്ഞോ? അതെ. അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടോ? അതെ. ഓക്കെ. അപ്പൊ അവരെയൊക്കെ കാണാലോ അല്ലേ? അതെ. അപ്പൊ അവരൊക്കെ കാണാനുള്ള ഒരു ത്രില്ലിലാണോ ഉള്ളത്? അതെ. ഇവിടെ കവരത്തിൽ വന്നിട്ട് എത്ര വർഷമായി ഷഹാന? 9 വർഷമായി. 9 വർഷമായോ? അതെ. ഓ, അപ്പോ ഒരുപാട് വർഷങ്ങളായിട്ട് കവരത്തിക്കാരിയായിട്ട് തുടരാണല്ലേ? അതെ. എന്നിട്ട് എങ്ങനെയാ, കവരത്തി ഇഷ്ടാണോ? അതെ. കവരത്തിയാണോ ഇഷ്ടം കൂടുതൽ, അഗത്തിയാണോ? അഗത്തി. കണ്ടോ 4ാം ക്ലാസ് ആയിട്ടുള്ളൂ, 9 വർഷവും നിന്നത് കവരത്തിയിലാണ്, എന്നിട്ടും അഗത്തിയാണ് ഇഷ്ടമെന്ന്. അതെന്താ അഗത്തി ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഷഹാനക്ക്? സ്വന്തം നാടായതുകൊണ്ട്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? സ്വന്തം നാടായത് കൊണ്ട് നമ്മളെങ്ങനെ ഒരു നാട് ഇഷ്ടപ്പെടോ? ഷഹാനക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് എവിടെയാ? കവരത്തിയിൽ. ഓക്കെ. ഇനിയിപ്പോ സ്കൂള് തുറക്കുമ്പോ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യൂ അല്ലേ? അതെ. ഓക്കെ. എന്തായാലും നല്ല പരിപാടിയായിരുന്നു, നല്ല രീതിയിൽ പങ്കെടുത്തു. അപ്പൊ ജന്മദിനത്തിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു. ജന്മദിനം എന്നായിരുന്നു? ഏപ്രിൽ 5-നായിരുന്നോ? അതെ. ഓക്കെ. അപ്പൊ എന്തായാലും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു. അപ്പൊ എന്തായാലും നല്ല മിടുക്കിയായിട്ട് ഇതേപോലെ ഒന്ന് പഠിക്കാട്ടോ. ഓക്കെ. നമ്മള് ഇമ്പോർട്ടന്റ് ഡേയ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് ചെറുതായിട്ട് നോക്കണം കേട്ടോ. ഈ വെക്കേഷനിൽ അങ്ങനെ ഒരു പ്ലാൻ ആയിട്ട് ഓരോ മാസം എടുത്ത് ഓരോ മാസത്തിലും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഡേയ്സ് വരുന്നത്, ഇന്റർനാഷണൽ നാഷണൽ ഇമ്പോർട്ടന്റ് ഡേയ്സ് നോക്കിയിട്ട് ഓരോ മാസം വെച്ച് പഠിക്കാം. ഒരു 3-4 എണ്ണം പഠിച്ചാൽ മതി ഓരോ മാസത്തിലും. ഓക്കെ. അപ്പൊ നമ്മൾ ക്വിസ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമ്പോൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഷഹാന, അപ്പോൾ നല്ലൊരു വെക്കേഷൻ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ല രീതിയിൽ ട്രിപ്പൊക്കെ പോവാ, എൻജോയ് ചെയ്യാട്ടോ മാക്സിമം. ഓക്കെ, താങ്ക് യു. ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്. ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.